പരിപാടി ഇന്ന് നമ്മുടെ ഒരു ബ്ലോഗ് എന്ന് പറയുന്നത് ഒരു ഫാമിലി ട്രിപ്പാണ് കേട്ടോ. കാരണം കാട് യാത്രകളും ഓഫ് റോഡ് യാത്രകളും വ്യത്യസ്തമായ ഒരു ഫാമിലി യാത്രയിലേക്കാണ് ഇന്ന്. ഫാമിലി യാത്ര എന്ന് പറയുമ്പോൾ മറ്റുള്ള യാത്രയിൽ നിന്ന് വ്യത്യസ്തമായി ഒരു വെറൈറ്റി യാത്രയാണ്. ഞങ്ങൾ വാഗമണിലേക്കാണ് യാത്ര. വാഗമണിലേക്ക് ഞങ്ങളൊരു കോട്ടേജ് എടുത്ത് അവിടെ തന്നെ അടിച്ച് പൊളിക്കാം. ഫാമിലിയുടെ എൻജോയ് എന്ന് കണ്ടാലാ നമ്മുടെ ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ആയിട്ട് തുടങ്ങാം. ഹലോ പിന്നെ 1 2 3 4 അങ്ങനെ കൗണ്ട് ചെയ്ത് പോവുക. 1 2 3 4 അല്ലല്ല ഏത് പേരാ? ഒന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് മൺകുടം. ഓക്കെ അല്ലേ എല്ലാവർക്കും? രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേര് ചട്ടിയും കലവും. മൂന്നാമത്തെ ഗ്രൂപ്പിന്റെ പേര് തൂക്കുപാത്രം. ആർക്കും ഒരു എനർജി ഇല്ല. നാലാമത്തെ ഗ്രൂപ്പ് അത്ഭുത വിളക്കെന്നാക്കിയിരിക്കുന്നു. അത്ഭുത കട്ടൻ ചായ. നമ്മള് 7 പ്രോഗ്രാമാണ് ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ ടീമിനും ഓരോ ലീഡർ ഉണ്ട്. മലയാള സിനിമയിലുള്ള ഫേമസ് ആയ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്, എല്ലാവരുടെയും പറയുന്നത്. അത് നമ്മള് പറയിപ്പിക്കണം. അല്ല, വിസ്പർ ചലഞ്ച് അതിന്റെ സ്റ്റെപ്പ് ഉണ്ടാവും. ചുമ്മാ കൊണ്ട് അവിടെ കൊണ്ട് വെച്ചാൽ നിങ്ങൾക്ക് മാർക്കും തരും. നമ്മളെ ഒരു ചെറിയ ബ്രേക്ക്ഫാസ്റ്റിന്റെ ഇടവേളയാണ് കേട്ടോ. കാരണം ഞങ്ങൾ ഭക്ഷണമൊക്കെ ഞങ്ങൾ വെച്ചുകൊണ്ടാണ് കൊണ്ടുവന്നേക്കുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങൾ വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഉച്ചയ്ക്ക് ഞങ്ങൾ റൂമിൽ പോയി തകർക്കുകയാണ്. ഫ്രൈഡ് റൈസ് മന്തിയൊക്കെ പൊളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞങ്ങളൊരു ചെറിയ ഇടവേളയാണ്. ഓക്കെ, ഞാൻ ഞങ്ങളുടെ യാത്ര പുരോഗമിക്കും കേട്ടോ. ഫാമിലിയുടെ പരിപാടി എന്താ, ഞങ്ങളൊരു കുറച്ച് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പെട്രോൾ പമ്പിലേക്ക് വന്നു. പെട്രോൾ അടിച്ചതിന് ശേഷം ഇവിടെ ഞങ്ങൾ ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്ന് ഭക്ഷണം പാചകം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. വ്യത്യസ്തമായ ഫുഡ് ടേസ്റ്റ് ചെയ്തുകൊണ്ട് ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഒരു ഇടവേള. ഹലോ ഗൈസ്, അപ്പോൾ ഞങ്ങളുടെ ഫാമിലി ട്രിപ്പിന്റെ ഭാഗമായിട്ട് പെട്രോൾ പമ്പിൽ കഴിക്കാൻ നിർത്തിയിരിക്കുക. എൻ്റെ കൂടെ ഇവിടെ ഫിദ ആണുള്ളത്, ഷാദുലി, പിന്നെ ഞങ്ങളുടെ പൊന്നാച്ചിയായത്. പിന്നെ ഞങ്ങളിവിടെ ഫുഡ് കഴിക്കാൻ നിർത്തിയിരിക്കുക. എല്ലാവർക്കും നല്ല ഇഡ്ഡലി സാമ്പാറും എന്നാണ് പറയുന്നത്. നമ്മുടെ ട്രിപ്പിനെ പറ്റി എന്തെങ്കിലും 2 വാക്ക്. എല്ലാവർക്കും നല്ല സന്തോഷം, സമാധാനം. ട്രിപ്പിന് അടിപൊളി എല്ലാം പല പല പാത്രത്തിൽ നിന്ന് കൈയിട്ട് വാരി ഓരോരുത്തരും ഓരോ ടേസ്റ്റുകളും അനുഭവിച്ച് തിന്നുകൊണ്ടിരിക്കട്ടെ. മുകളിൽ വ്യത്യസ്തമായ അടുപ്പുകളിൽ വ്യത്യസ്തമായ രുചികളിലാണ് ആഹാരം ഇന്ന് ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ എടുത്തിരിക്കുന്ന കോട്ടേജ് ഇതാണ് കേട്ടോ, വാഗമണിലെ. ഈ കോട്ടേജ് ഫുള്ളായിട്ട് ഞങ്ങൾ എടുത്തേക്കാണ്. വളരെ ചീപ്പായിട്ടുള്ള റേറ്റാണ് കേട്ടോ. ഏകദേശം 12 അടിപൊളി കോട്ടേജുകളും അതിൻ്റെ ഒരു മേളിൽ കാണുന്ന ആ ഒരു ഡോർമെട്രി എല്ലാം കൂടി ഞങ്ങൾ ഏകദേശം 44 പേരടങ്ങുന്ന ഞങ്ങളുടെ ഗ്രൂപ്പിന് ഈ ഡോർമെട്രി ഈ റേറ്റിൽ ഞായറാഴ്ച കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ചീപ്പല്ലേ.
അപ്പോൾ എന്തായാലും ഞാൻ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നോക്കുക. എന്തായാലും ഞങ്ങൾ റൂമിൽ എല്ലാവരും എത്തിയതിന് ശേഷം ഞങ്ങളുടെ ഭക്ഷണ ക്രമീകരണങ്ങളായിട്ട് ഞങ്ങൾ പോകും കേട്ടോ. ഓരോ ബാച്ചിനും ഓരോ ജോലികൾ കൊടുത്തുകൊണ്ട് ഞങ്ങളുടെ ഭക്ഷണ ക്രമീകരണം നടന്നുകൊണ്ടിരിക്കുക കണ്ടോ. അങ്ങനെ ഒരു ബാച്ച് അവിടെ അറിയുന്നു, വേറൊരു ബാച്ചാണെങ്കിൽ ഇവിടെ സവോള മറ്റുള്ള കാര്യങ്ങൾ അറിയാൻ മേല. ഇങ്ങനെ കുടുംബങ്ങളോടൊപ്പമുള്ള ഈ യാത്രയിൽ നമ്മൾ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താ പറയുക, നമുക്ക് വല്ലാത്തൊരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ഈ കുടുംബത്തോടൊപ്പം കാണും ഉണ്ടല്ലേ. ചിക്കനും നെയ്ച്ചോറാണ് ഞങ്ങൾ ഇന്നത്തെ ഉച്ചക്കത്തെ മെനു കേട്ടോ. നന്നായി ചിക്കൻ റെഡിയാക്കുന്നതിലാണ് ഒരു കൂട്ടർ. ആ ചിക്കൻ പീസാക്കി എല്ല് മാത്രം തിരഞ്ഞെടുക്കാൻ വേണ്ടി ഒരു ടീമിനെ നിർത്തിയിട്ടുണ്ട്. അത് കണ്ടുകൊണ്ട് നിൽക്കാനായിട്ട് 3 പേര്. ഇങ്ങനെ ഒരു കൃത്യമായ രീതിയിലുള്ള ടൈമും അതിനുള്ള പ്ലാനിങ്ങിലാണ് ഞങ്ങളുടെ പരിപാടി പോകുന്നത്. ഇതുണ്ട് കൊട്ടയായിട്ട് ചുമന്ന് നടക്കാനായിട്ട് നമ്മുടെ ഒരു അമ്മായി കൊട്ട ചുമന്ന് നടക്കുകയാണ്. അത് കാര്യങ്ങളൊക്കെ ആയിട്ട് പഠിപ്പിക്കാനായിട്ട് ഒരാൾ ഇരുത്തിയിട്ടുണ്ട്. അങ്ങനെ ഓരോ രീതിയിലും ഓരോ കാര്യങ്ങളായിട്ടാണ് ഞങ്ങൾ കൊടുത്ത് നിർത്തിയിരിക്കുന്നത്. എന്നാലും ഞങ്ങൾ പാചകത്തിൻ്റെ ഇത് തിരക്കിലാണ്. അതിനുശേഷം ഞങ്ങളുടെ കലാപരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് കടക്കാൻ നേരത്ത് ലൈവ് വരാം. പാചകപ്പുരയിലാണ് കേട്ടോ. ഞാൻ ഇന്നത്തെ നെയ്ച്ചോറും കോഴി റോസ്റ്റുമാണ്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ജോലികൾ ഉൾപ്പെട്ടിട്ടുണ്ട്. നമ്മളെ അല്ല ടീംസാണ് ഇരിക്കുന്നത്. ഇവർക്കാണ് ചിക്കൻ കറി വെക്കാനുള്ള ചാർജ് കൊടുത്തേക്കുന്നത്. നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നു. സെക്രട്ടറിയാണ് നെയ്ച്ചോറ് വെക്കൊണ്ടിരിക്കുന്നത്. സെക്രട്ടറി വ്യക്തമായ രീതിയിലുള്ള നെയ്ച്ചോറാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുറിക്കാൻ പറയാമേ. നമ്മുടെ കുടുംബ പരിപാടി കലാപരിപാടികൾ ആരംഭിക്കുക കേട്ടോ. അപ്പോൾ ആദ്യമായി കുട്ടികളുടെ കലാപരിപാടിയിലേക്കാണ് കിടക്കുന്നത്. ഭംഗിയായ രീതിയിൽ പുരോഗമിക്കുകയാണ് കേട്ടോ. നടക്കാണ് കുട്ടികളെ. ഈ ബാക്കിയുള്ള 3 ഗ്രൂപ്പിൽ ആദ്യം ആര് കൈ വെക്കുന്നോ, ഏത് ഗ്രൂപ്പിലുള്ള ആളാണ് കൈ വെക്കുന്ന അയാൾക്ക് പാസ്സാവും. അപ്പൊ അവർക്ക് പറയാം, അവർക്ക് ഒരു മാർക്ക് കിട്ടും. ആ ഫോണൊന്നും പറ്റത്തില്ല, യൂസ് ചെയ്യാൻ പറ്റത്തില്ല. 30 സെക്കൻഡിൽ എന്തായാലും ലോഡാവും തോന്നില്ല. ഒന്നിനോട് കേരളത്തിന്റെ തനതായ നൃത്തം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം. തുടങ്ങാൻ പോണ പഴഞ്ചൊല്ലാട്ടോ. പഴഞ്ചൊല്ല് ആക്ഷനിലൂടെ കാണിച്ചു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. ആ ടീമാണ് പറയേണ്ടത് കേട്ടോ. ആ ടീമാണ് പറയേണ്ടത്. കേക്ക ഉണ്ട്. നേരെ
കാണിച്ചു കൊടുത്തിരിക്കുന്നത്. പറമ്പ് എറിയുന്നു എന്തുവാ ചായ ചായ അടിക്കുന്നു കുളത്തിലോട്ട് കല്ല് ആ കടല് വെള്ളം പുരുഷു എന്നെ അനുഗ്രഹിക്കണം. പതിയെ പറ. ബിച്ചു പുരുഷു എന്നെ അനുഗ്രഹിക്കണം. തടി തടി ആന സംസാരിക്കുന്നു അഞ്ഞു എടി ഇത് പഴഞ്ചൊല്ലാണ് സിനിമ പേര്. സിനിമ ഡയലോഗ് ഡയലോഗ് സമയം എനിക്ക് അളിയൻ പവനായി അശോകന് അശോകന്റെ ശീലമാകാം. അശോകന്റെ ക്ഷീണമാകാം. അക്ഷരം ഇല്ല. മിണ്ടരുത്. പോളണ്ടിലെ പട്ടിക്ക് ഒരു അക്ഷരം. പോളണ്ടിനെ പറ്റിയൊരക്ഷരം മിണ്ടരുത്. പിഴച്ചു. മിണ്ടരുത്. നാളെ എനിക്കാതെ കട്ടിയുള്ളവർക്ക് ഇല്ലല്ലോ നീ ഒന്നും ആലോചിച്ച് മൊത്തത്തിൽ പറഞ്ഞു കൊടുക്കും. ഇന്നല്ല മൊത്തത്തിൽ പറഞ്ഞോട്. രാവിലെ പാട്ട് 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 ഉപ്പുമാവ് മത്സരത്തിന് കാണാം എടാ നിങ്ങള് മാറിക്കാൻ കൂടി മണ്ണു പങ്കുവെച്ചു രാവിലെ നമ്മുടെ റൂമിൻ്റെ വാതിക്കന്ന് കാണുന്ന ഒരു സീനറിയാണ്. ക്ലൈമറ്റ് മഴയൊക്കെ ഒന്ന് മാറി മിസ്റ്റിങ്ങനെ വന്ന് ഇറങ്ങാം. എൻ്റെ കുടുംബാംഗങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റ് ചായയൊക്കെ റെഡിയാക്കി
രാവിലത്തേക്കുള്ള നാസ്ത ബ്രേക്ക്ഫാസ്റ്റ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാട്ടോ. ഒരായിരത്തെ മുമ്പ് കിട്ടും കടിയിലൊരു സാധനം ഇരിക്കുന്നത്. ആ അപ്പൂടാ ആയവരോടി വരും. ഞങ്ങളെ പെങ്ങന്മാരാട്ടോ. ഞങ്ങളുടെ വാഗമണിൻ്റെ പ്രോഗ്രാം അങ്ങനെ ഞങ്ങൾ മുട്ടക്കുന്നുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ഫോട്ടോഷൂട്ടും കുറച്ച് റീലും നമ്മുടെ പെങ്ങന്മാർക്കും മൂക്കൊക്കെ ഒരു ഫോട്ടോഷൂട്ടും റീലൊക്കെ ആയിട്ട് കൂടിയതാണ്. അടിപൊളിയായിട്ടുള്ള എന്തായാലും ക്ലൈമറ്റ് കിട്ടി, മഴ എല്ലാം നമുക്ക് അടിപൊളിയായിരുന്നു. എന്തായാലും സൂപ്പറായൊരു എന്തായാലും ഏത് യാത്രയോടായാലും നമ്മുടെ ഫാമിലിയോടൊപ്പം ചെയ്യുന്ന യാത്രയുടെ അത്രയും വൈബും നമുക്കൊരു യാത്രയ്ക്കും കിട്ടില്ല കേട്ടോ. എന്തായാലും ഇതുപോലെ നല്ല നല്ല യാത്രകളും കേട്ട് ഇനിയും യാത്ര. ഹായ് ഗായ്സ്, നമ്മളിന്ന് സ്ഥലത്തിന്റെ ഒരു പൈൻ ഫോറസ്റ്റിലാണ്. ഇപ്പൊ സമയം 5:30 6 മണിയാവുന്നു. സമയം 6 മണിയാവാനായി. ഇവിടെ അധികം ആൾക്കാരൊന്നുമില്ല, നല്ല ക്ലൈമറ്റ് ആണ്, മഴയില്ല, നല്ല തണുപ്പുണ്ട്. നോക്കുക ചുറ്റിനും കാണിച്ചു നിൽക്കും, ഫുള്ള് പൈൻ ഫോറസ്റ്റ്. അതിപ്പോ എങ്ങനെ കാണിക്കുന്നു? നമുക്ക് ആൾക്കാർക്ക് നമ്മുടെ പുറകിലുണ്ട്, നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ നടന്നു വരുന്നുണ്ട്. എന്താ പോകുന്നു, ക്രിസ്മസ് പപ്പാനെയാണ് പല കാര്യത്തിലും. കുറെ പേര് ഫ്രണ്ടിലുണ്ട്, കുറെ പേര് ബാക്കിലുണ്ട്. ഇനി താഴോട്ട് പോയി കണ്ടു. ഞാനൊക്കെ ഫുള്ള് നനഞ്ഞ് മുട്ടക്കുന്നി പോയിട്ട് എന്നിട്ട് ഇപ്പോൾ നമ്മൾ വീണ്ടും നടക്കുന്നു പൈൻ ഫോറസ്റ്റിലൂടെ. നമ്മുടെ ഫാമിലി മാത്രമേ ഉള്ളൂ ഗൈസ്. ഹായ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതിനു ശേഷം നമ്മൾ തിരിച്ച് നമ്മുടെ വീട്ടിലേക്ക് പോകുന്നതായിരിക്കും. സ്കൂളിൽ പോകണം. ഇപ്പൊ നമ്മൾ ഇവിടെ മാക്സിമം എൻജോയ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ ഇപ്പൊ വീഡിയോ എടുത്തോണ്ട് നടന്ന തെന്നിയടിച്ച് തറയിൽ വീഡിയോ. അപ്പൊ അതുകൊണ്ട് ബൈ ഗൈസ്. ഞങ്ങളിപ്പോ വാഗമൺ നമ്മുടെ സെക്കൻഡ് ഡെസ്റ്റിനേഷൻ ആയ പൈൻ ഫോറസ്റ്റിലാണ്. അതെ, പിന്നെ മറന്നുപോയി. ഇവിടെ എല്ലാരും ഉണ്ട്, അവിടെ നടക്കുന്ന സൂക്ഷിക്കണേ. എല്ലാരും ഉണ്ട് ഗൈസ്, വരുന്നുണ്ട് ഗൈസ് കുറെ പേര് പുറകില്. നമ്മള് പോകെ പോകെ പലതും ഞങ്ങൾ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. നമുക്ക് പോകാം. ഗൈസ്, നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഫുൾ പൈൻ ഫോറസ്റ്റ്. അതാണ് അടുത്തിനെയാണല്ലോ പൈൻ ഫോറസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ എല്ലാവരും ഉണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തോട്ട് ഇറങ്ങണം. ഹാജറ